പറ്റി ജെയിംസ്? എന്ത് പറ്റി ജെയിംസ്? ജെയിംസ് ഡോണ്ട് ബി സില്ലി. ഓരോരുത്തർക്കും ഇല്ലേ അവരവരുടെ ജീവിതത്തിലൊരു കോട്ട. അത് കഴിഞ്ഞാൽ കീഴടങ്ങിയല്ലേ പറ്റൂ. ഐ ലിവ്ഡ് എ ഫാസ്റ്റ് ലൈഫ്. എന്റെ വിഹിതം നേരത്തെ തീർന്നു. ഇനിയും വലിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് ബോറല്ലേ? ഒരുതരം ആന്റി ക്ലൈമാക്സ്. അങ്ങനെയൊന്നും പറയാതിരിക്കൂ ജെയിംസ്. ജെയിംസിന് ഒന്നും സംഭവിക്കില്ല. തനിക്കറിയോ, എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ ഡാഡി എന്നെ ഒരു റെസ്റ്റോറന്റിൽ വിളിച്ചുകൊണ്ടുപോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നുകൊണ്ട് അതിനേക്കാൾ മധുരമുള്ളൊരു കാര്യം പറഞ്ഞു. മൈ സൺ, യുവർ ഹാർട്ട് ഈസ് വീക്ക്, ടേക്ക് കെയർ. അന്ന് തുടങ്ങിയതാണ് മരണവുമായിട്ടുള്ള ഈ ചൂതുകളി. ഇതിനിടയിൽ 2 തവണ എനിക്കെതിരെ ചെക്ക്മേറ്റ് പറയേണ്ടതായിരുന്നു. എതിരാളിക്ക് പറ്റിയ ചെറിയൊരു കൈപ്പഴ എന്റെ നാരോ എസ്കേപ്പിന് വഴിയൊരുക്കി. ഇതിൽ തോക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പായപ്പോൾ കളിയിലെ ത്രില്ല് നഷ്ടപ്പെട്ടു. ഇത് കുടിക്കരുത്, അത് കഴിക്കരുത്, ഇങ്ങനെ ഓടരുത്, അങ്ങനെ ചാടരുത്. ഡോക്ടർമാരുടെ ദയാഹർജിയിൽ എനിക്ക് ജീവിക്കണ്ട. ജീവിക്കുന്നെങ്കിൽ എനിക്ക് പുത്തമ്പരയ്ക്കൽ ജെയിംസ് ആയിട്ട് തന്നെ ജീവിക്കണം, വിത്ത് ആൾ മൈ ഫ്രീഡംസ്. വരണം. How do you feel now, James? Fine. ഇരിക്കൂ. ഇത് മിസ്റ്റർ രവിശങ്കർ, എന്റെ ലീഗൽ അഡ്വൈസറാണ്. ഇത് അരുന്ധതി, എന്റെ I understand.
Come in. ഇരിക്കും. ഒന്നും പറയാറായിട്ടില്ല. കണ്ടീഷൻ എപ്പോ വേണമെങ്കിലും വേഴ്സ് ആവാം. ബോംബെയിലോ മറ്റോ കൊണ്ടുപോയാ എന്തെങ്കിലും? അവിടെ ആയാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ ഒക്കൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വി ആർ ഡൂയിങ് അവർ ലെവൽ ബെസ്റ്റ്. പ്ലീസ്. എടോ, ജീവിതത്തിൽ തനിക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ? എന്നെങ്കിലും ഒരിക്കൽ തനിക്കൊരു ആത്മഹത്യ എഴുതാൻ തോന്നിയാൽ അതിലെ ജെയിംസിന്റെ കഥാപാത്രത്തിന് ഒരു ട്വിസ്റ്റ് കൊടുക്കണം. ആ ക്യാരക്ടർ ഒരിക്കലും ട്രാജിക് ആക്കരുത്. കഥയിൽ ഒരു ചിന്ന കള്ളം. അരുന്ധതിയെ ജെയിംസ് വിവാഹം കഴിക്കുന്നു. കഥയിലെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അധികം സംസാരിച്ച ശരീരത്തിന് സ്ട്രെയിൻ കൊടുക്കരുതെന്ന്? വക്കീലിനെ വിളിപ്പിച്ചത് പ്രോപ്പർട്ടി സെറ്റിൽമെന്റിന്റെ കാര്യത്തിന്. ഒരു കണ്ണിയും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ലിസ്റ്റിൽ ഒടുവിലെത്തിയത് അരുന്ധതിയാണ്. ഇനി ആ ലിസ്റ്റ് നീളാനും പോകുന്നില്ല. ഒരു സെറ്റിൽമെന്റ് ഡീഡിൽ എല്ലാം അവസാനിക്കുന്നു. ജെയിംസിന്റെ കേപ്പ്. വിചിത്രമായ ബന്ധം അല്ലേ? താനായിട്ട് ഇതേവരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്കൊന്നും വേണ്ടേ എന്റെ കയ്യിൽ നിന്ന്? വേണം. ജെയിംസിന്റെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്നെ കുറിച്ചുള്ളൊരു ഓർമ്മ. പിന്നെ പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ ജെയിംസിന്റെ പേര് മനസ്സിലെങ്കിലും ഉരുവിടാനുള്ള അവകാശം. അത്രയും മതി. താൻ പറയുന്നത് സത്യം. ഒരു അബോർഷന് മാത്രം ജെയിംസ് എന്നെ നിർബന്ധിക്കരുത്. ആ പേടി കൊണ്ടാണ് ഇത്രയും നാൾ ഞാനിത് ഒളിച്ചു വെച്ചത്. ജെയിംസിന് ഇതുകൊണ്ട് ഒരിക്കലും ഒരു ചീത്തപ്പേരുണ്ടാവില്ല. ഞാൻ ഉറപ്പു തരുന്നു. എനിക്ക് ജീവിക്കണോടോ. കുറച്ചു കാലം കൂടി എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ. ചിരി പിച്ച വെച്ച് നടക്കുന്നത്, എന്നെ അച്ഛന്ന് വിളിക്കുന്നത്, അതുവരെയെങ്കിലും ജീവിച്ചിരിക്കില്ലടോ. ജെയിംസ്, ജെയിംസ്. ജെയിംസ്, നമ്മുടെ മോള് ജെയിംസിന്റെ തനി പകർപ്പാ. ഇപ്പോഴേ വയറ്റിനകത്തിരുന്ന് നല്ല കുറുമ്പാ. ആട്ടെ, കുറുമ്പിപ്പെണ്ണിന് എന്താ പേരിടണ്ടേ? അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആലോചിച്ച് വെച്ചേക്കണം. ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നും അല്ലാതെ നമുക്കവളെ ഒരു മനുഷ്യക്കുട്ടിയായി വളർത്തണം. വരട്ടെ. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി മേനോൻ. ഇനിയും വലിച്ചു കിട്ടാനാവില്ല. ദിസ് ഈസ് ദ ക്ലൈമാക്സ്. പ്രതികാരം നിന്നോടല്ല, ദേ കിടക്കണില്ലേ നിന്റെ മറ്റവൻ, ഇവനോടാണ്. മര്യാദയ്ക്ക് വരുന്നോ അതോ ബലം പ്രയോഗിക്കണോ? എന്താ വേണ്ടത്?
പ്ലീസ് ജോർജ്, എന്നൊന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. എന്തിനാണ് ഈ പെണ്ണ് തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണത്? അവളുടെ ഒരു ഗർഭം. ഫ്രണ്ട്സ്, ഇൻ ലവിംഗ് മെമ്മറി ഓഫ് കൊച്ചുകുൻ ജെയിംസ് പുത്തമ്പുരക്കൽ. പിടിക്കടാ അവളെ. ചക്ക